വീഡിയോ തലക്കെട്ട്: അപമാനിക്കുന്നവർക്ക് മുൻപിൽ ഇനി തല കുനിക്കരുത്. ചാണക്യതന്ത്രങ്ങൾ. അപമാനിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കപ്പെടുമ്പോൾ ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങി, നെഞ്ചിടിപ്പ് കൂടി ഒന്നും തിരിച്ചു പറയാൻ കഴിയാതെ കണ്ണിന്റെ കോണിൽ നനവ് പടരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല നിങ്ങൾ നിശബ്ദനായത്, മറിച്ച് അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ നിങ്ങളുടെ മനസ്സ് ഒന്ന് പകച്ചുപോയതുകൊണ്ടാണ്. അപമാനം എന്നത് ഒരു ശാരീരിക മുറിവിനേക്കാൾ വേദന തരുന്ന ഒന്നാണ്. അത് നമ്മുടെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളെ അപമാനിച്ച വ്യക്തിക്ക് വേണ്ടതും നിങ്ങളുടെ ഈ തകർച്ചയല്ലേ? നിങ്ങൾ തളർന്നു കാണാനും, നിങ്ങൾ കരയുന്നത് കാണാനും, അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെടുന്നത് കാണാനുമല്ലേ അവർ ആഗ്രഹിക്കുന്നത്? അവർക്ക് ആ വിജയം നിങ്ങൾ വിട്ടുകൊടുക്കണോ? അതോ നിങ്ങളെ അപമാനിച്ചവർ അവരുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അസൂയപ്പെടുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് വളരണോ? ഉത്തരം രണ്ടാമത്തേതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണ മോട്ടിവേഷൻ അല്ല. ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ ശത്രുക്കളെയും അപമാനിക്കുന്നവരെയും എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിച്ച പാഠങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപൂർവ്വം എങ്ങനെ തിരിച്ചടിക്കാം? നമുക്ക് തുടങ്ങാം. പക്ഷേ അതിനു മുൻപ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്താൻ അത് സഹായിക്കും. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ നിങ്ങളെ അപമാനിക്കുന്നത്? ഇതൊരു മനഃശാസ്ത്രമാണ്. ഒരാൾ നിങ്ങളെ പരസ്യമായി അപമാനിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഭയമാണ്, അല്ലെങ്കിൽ അവർക്കില്ലാത്ത എന്തോ ഒന്ന് നിങ്ങളിലുണ്ട് എന്നാണ്. അസൂയയാണ് പലപ്പോഴും അപമാനമായി പുറത്തുവരുന്നത്. തന്നേക്കാൾ താഴെയുള്ള ഒരാളെ ആരും അപമാനിക്കാൻ സമയം കളയാറില്ല. ആരും ചത്ത പട്ടിയെ ചവിടാറില്ല എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ജീവനുള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് മൂല്യമുള്ളതുകൊണ്ടാണ് അവർ നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അപമാനം നേരിടുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. ഒന്ന്, നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞ് സ്വയം മുറിവേൽപ്പിക്കും. രണ്ട്, നമ്മൾ നിയന്ത്രണം വിട്ട് തിരിച്ച് ചീത്ത വിളിക്കും. ചാണക്യൻ പറയുന്നത് ഇവ രണ്ടും മണ്ടത്തരമാണ് എന്നാണ്. നിങ്ങൾ തിരിച്ചു ചീത്ത വിളിച്ചാൽ നിങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് താഴുകയാണ്. നിങ്ങൾ കരഞ്ഞാൽ അവർ വിജയിക്കുകയാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് ചാണക്യന്റെ ഒന്നാമത്തെ തന്ത്രം പ്രസക്തമാകുന്നത്: ശക്തമായ മൗനം. നിങ്ങളെ ഒരാൾ അപമാനിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രതികരണമാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമെന്നോ സങ്കടപ്പെടുമെന്നോ അവർ കരുതുന്നു. ആ സമയത്ത് നിങ്ങൾ കാണിക്കുന്ന തികഞ്ഞ നിശബ്ദത അവരെ അസ്വസ്ഥരാക്കും. ഇതൊരു സാധാരണ മൗനമല്ല. ഇതിനെ അർത്ഥവത്തായ മൗനം എന്ന് വിളിക്കാം. നിങ്ങളെ അപമാനിച്ചയാളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുക. ഒരു വാക്കുപോലും മിണ്ടരുത്. മുഖത്ത് ദേഷ്യമോ സങ്കടമോ വരുത്തരുത്. ഒരുതരം പുച്ഛം കലർന്ന നിർവികാരതയോടെ അവരെ നോക്കുക. ഈ നോട്ടം അവരോട് വിളിച്ചു പറയും, നിങ്ങളുടെ വാക്കുകൾക്ക് എന്നെ വേദനിപ്പിക്കാനുള്ള കഴിവില്ല എന്ന്. ഒരു 5 സെക്കൻഡ് അവരെ അങ്ങനെ നോക്കി നിന്ന ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ നിങ്ങളുടെ ജോലിയിലേക്ക് തിരികെ പോവുക. ഇത് അവരെ വല്ലാതെ അപമാനിക്കും. അവരുടെ വാക്കുകൾ വായുവിൽ അലിഞ്ഞു പോയതുപോലെ അവർക്ക് തോന്നും. അവഗണനയാണ് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. ചാണക്യനീതി പ്രകാരം ശത്രുവിനെ തോൽപ്പിക്കാൻ ആയുധങ്ങൾ ആവശ്യമില്ല, നിങ്ങളുടെ പെരുമാറ്റം മാത്രം മതി. ഇനി രണ്ടാമത്തെ കാര്യം: അപമാനത്തെ എങ്ങനെ ഇന്ധനമായി മാറ്റാം? ലോകത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെയെല്ലാം പിന്നിൽ ഒരു വലിയ അപമാനത്തിന്റെ കഥയുണ്ടാകും. ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയതാണ് അദ്ദേഹത്തെ ഒരു പോരാളിയാക്കിയത്. പല ബിസിനസ് സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുക്കപ്പെട്ടത് നിനക്കൊന്നും ഇതിന് കഴിവില്ല എന്ന പരിഹാസത്തിൽ നിന്നാണ്. ചാണക്യൻ തന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. നന്ദരാജാവ് അദ്ദേഹത്തെ സഭയിൽ വെച്ച് അപമാനിച്ചു പുറത്താക്കി. അന്ന് ചാണക്യൻ തിരിച്ചു തെറിവിളിക്കാനോ കരയാനോ നിന്നില്ല. അദ്ദേഹം തന്റെ ശിഖ അഴിച്ചിട്ടു ശപഥം ചെയ്തു, നിന്റെ സാമ്രാജ്യം ഞാൻ നശിപ്പിക്കുമെന്ന്. അദ്ദേഹം അത് പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊടുത്തു. ചന്ദ്രഗുപ്ത മൗര്യനെന്ന ഒരു സാധാരണ ബാലനെ ചക്രവർത്തിയാക്കി അദ്ദേഹം തന്റെ അപമാനത്തിന് മറുപടി നൽകി. ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത്. അപമാനിക്കുന്നവരോട് വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ വിജയം കൊണ്ടാവണം നിങ്ങൾ അവർക്ക് മറുപടി നൽകേണ്ടത്. നിങ്ങളെ ഒരാൾ കഴിവുകെട്ടവൻ എന്ന് വിളിച്ചാൽ ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടുക. എന്നിട്ട് ആ വാക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം കഠിനാധ്വാനം ചെയ്യുക. ഓർക്കുക, ഏറ്റവും വലിയ വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം. നിങ്ങൾ വിജയിച്ചു നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളെ അപമാനിച്ചവർ നാളെ നിങ്ങളുടെ അടുത്ത് വന്ന്, എനിക്ക് അന്നേ അറിയാമായിരുന്നു നീ വലിയ നിലയിലെത്തുമെന്ന് എന്ന് പറയും. അതാണ് ലോകത്തിന്റെ രീതി. പണമില്ലാത്തവനെ, അധികാരമില്ലാത്തവനെ ഈ ലോകം ബഹുമാനിക്കില്ല. അതുകൊണ്ട് അപമാനങ്ങളെ ഓരോന്നും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുക.
നിങ്ങൾ ഈ വീഡിയോ ഇത്രയും വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഒരു തീയുണ്ട് എന്നാണ്. അത് കെട്ടുപോകാൻ അനുവദിക്കരുത്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ പോയി എന്നെ തടുക്കാൻ കഴിയില്ല എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആത്മവിശ്വാസം ഈ ലോകം കാണട്ടെ. ഇനി ചാണക്യൻ നൽകുന്ന മൂന്നാമത്തെ തന്ത്രം നോക്കാം. വൈകാരിക അകലം. നമ്മളെ അപമാനിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ വേദന നൽകും. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ. ഇവർ കളിയാക്കുമ്പോൾ നമ്മൾ തകർന്നുപോകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സത്യമല്ല എന്നതാണ്. ഒരാൾ നിങ്ങളെ വിരൂപൻ എന്ന് വിളിച്ചാൽ നിങ്ങൾ വിരൂപനാകില്ല. ഒരാൾ നിങ്ങളെ തോൽവി എന്ന് വിളിച്ചാൽ നിങ്ങൾ തോൽക്കില്ല. അവരുടെ വാക്കുകൾ അവരുടെ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ വിലയെയല്ല. ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഗൗതമ ബുദ്ധനെ ഒരാൾ വല്ലാതെ ചീത്ത വിളിച്ചു. ബുദ്ധൻ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വെറുതെയിരുന്നു. ഒടുവിൽ ക്ഷീണിച്ച ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്താണൊന്നും മിണ്ടാത്തത്? ബുദ്ധൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളൊരു സമ്മാനം എനിക്ക് കൊണ്ടുവന്നു. പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല എങ്കിൽ ആ സമ്മാനം ആരുടേതാണ്? അയാൾ പറഞ്ഞു, അതെന്റേതു തന്നെ. ബുദ്ധൻ പറഞ്ഞു, അതുപോലെ നീ നൽകിയ തെറികൾ ഞാൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അതെല്ലാം നിന്റേത് മാത്രമാണ്. ഇതാണ് നിങ്ങൾ ശീലിക്കേണ്ടത്. ആര് എന്തു പറഞ്ഞാലും അത് മനസ്സിലേക്കെടുക്കാതിരിക്കുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. നാലാമതായി, അപമാനിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം വിശദീകരണം നൽകുക. പലപ്പോഴും നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കും. ഇത് ബലഹീനതയുടെ ലക്ഷണമാണ്. ചാണക്യനീതി പ്രകാരം ശക്തനായ ഒരു വ്യക്തി ഒരിക്കലും തന്റെ പ്രവൃത്തികളെക്കുറിച്ച് അനാവശ്യമായി വിശദീകരണം നൽകില്ല. സിംഹം ഇരപിടിക്കുമ്പോൾ ആർക്കും വിശദീകരണം നൽകുന്നില്ല. നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്താൻ നിൽക്കരുത്. കാലം അത് തെളിയിക്കും. നിങ്ങളെ അപമാനിക്കുന്നവർക്ക് നിങ്ങളുടെ വിശദീകരണം കേൾക്കാനല്ല താൽപ്പര്യം, മറിച്ച് നിങ്ങളെ കൂടുതൽ കൊടുക്കാനാണ്. അതുകൊണ്ട് വാതിലുകൾ കൊട്ടിയടക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. നിങ്ങളുടെ വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ അപമാനിക്കുന്നവർ അവരുടെ സമയം ചെലവഴിക്കുന്നത് നിങ്ങളെപ്പറ്റി ചിന്തിക്കാനാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത് നിങ്ങളെപ്പറ്റി ചിന്തിക്കാനാണ്. അതാണ് വ്യത്യാസം. അവർ അവിടെ തന്നെ നിൽക്കും, നിങ്ങൾ ബഹുദൂരം മുന്നോട്ടു പോകും. നിങ്ങൾ വളരുന്നതനുസരിച്ച് അപമാനങ്ങളുടെ സ്വഭാവം മാറും. ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നെ അവർ നിങ്ങളെ പരിഹസിക്കും, പിന്നെ അവർ നിങ്ങളെ ആക്രമിക്കും. ഒടുവിൽ നിങ്ങൾ ജയിക്കുമ്പോൾ അവർ നിങ്ങളെ അംഗീകരിക്കും. അതുകൊണ്ട് അപമാനിക്കുന്നവരുടെ മുന്നിൽ തളരുകയല്ല, മറിച്ച് ഒരൊറ്റ ലക്ഷ്യത്തോടെ ഉണരുകയാണ് വേണ്ടത്. ഓർക്കുക, വജ്രം തിളങ്ങുന്നത് അത് ചെത്തിമിനുക്കുമ്പോഴാണ്. സ്വർണം ശുദ്ധമാകുന്നത് തീയിൽ ഉരുകുമ്പോഴാണ്. അപമാനങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകി വേണം നിങ്ങൾ ശുദ്ധമായ വിജയമായി മാറാൻ. ഇന്നത്തെ ഈ അപമാനം നാളത്തെ നിങ്ങളുടെ വിജയകഥയിലെ ഒരു അധ്യായം മാത്രമാണ്. ആ അധ്യായം എങ്ങനെ എഴുതണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. തല ഉയർത്തിപ്പിടിച്ച് നടക്കുക. നിങ്ങളുടെ കണ്ണുകളിലെ തീ കണ്ട് അപമാനിക്കുന്നവർ ഭയന്ന് പിന്മാറട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.